നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. US ഹൌസിൽ H-1B വിസ ദുരുപയോഗത്തിനെതിരെയുള്ള പ്രൊട്ടക്ട് ആൻഡ് ഗ്രോ അമേരിക്കൻ ജോബ് ആക്ട് ബിൽ അവതരിപ്പിച്ചതിനു ശേഷം ഇന്ത്യയിലുള്ള IT കമ്പനികളുടെ ഓഹരി വില 4% താഴുകയുണ്ടായി. ഈ ബിൽ പാസ്സായാൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഉന്നത ബിരുദമുള്ളവരെയും $1 ലക്ഷം ശമ്പളം നൽകി മാത്രമേ H-1B വിസയിൽ അമേരിക്കയിലെ തങ്ങളുടെ കമ്പനികളിൽ നിയമിക്കുവാൻ സാധിക്കുകയുള്ളൂ. അമേരിക്കയിലുള്ള ഇന്ത്യൻ IT കമ്പനികളിൽ ഭൂരിഭാഗം ജോലിക്കാരും ഇന്ത്യയിൽ നിന്നുമുള്ള H-1B വിസയിലുള്ളവരാണ്. ഈ ബിൽ പ്രാബല്യത്തിൽ വന്നാൽ H-1B വിസക്കാർക്ക് അമേരിക്കൻ ജോലിക്കാരുടെ വേതനം നൽകി അമേരിക്കൻ കമ്പനികളുമായി മത്സരിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സാധിക്കുകയില്ല. മൂലം ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്കൻ ജോലിക്കാരെ ജോലിയിൽ നിയമിക്കേണ്ടതായി വരും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യവസായ സാമ്രാജ്യം വഴിയായി ഇന്ത്യ, അർജന്റീന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയങ്ങൾക്ക് ട്രംപിന്റെ പേര് ഉപയോഗിക്കുകയില്ല എന്ന് കമ്പനി വക്താക്കൾ അറിയിച്ചു. കൂടാതെ ഈ രാജ്യങ്ങളിൽ ട്രംപ് വ്യവസായ സംരംഭങ്ങൾ പുതുതായി ആരംഭിക്കുകയില്ല എന്നും ട്രംപ് ഓർഗനൈസേഷൻ അറ്റോർണി അലൻ ഗോട്ടൻ അറിയിച്ചു. ട്രംപിന് ഇപ്പോൾ തന്നെ 20 രാജ്യങ്ങളിലായി 500-ൽ പരം കമ്പനികളാണ് ഉള്ളത്. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് കാരണം അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ തന്റെ ബിസിനസ് താൽപര്യങ്ങളും സമാന്തരമായി കൊണ്ടുപോകുവാൻ ഇദ്ദേഹത്തിന് സാധ്യമല്ല എന്നതാണ്. കോൺഗ്രസ്മാൻ ഡെറിൽ ഈസ സഭയിൽ അവതരിപ്പിച്ച പ്രൊട്ടക്ട് ആൻഡ് ഗ്രോ അമേരിക്കൻ ജോബ് ആക്ട് പ്രകാരം H-1B വിസക്കാർക്കുള്ള ശമ്പളം $1 ലക്ഷം ആയി ഉയർത്തുമ്പോൾ ഈ വിസകളിൽ വരുന്ന അധ്യാപകർക്കും ഈ നിയമം ബാധകമാകുന്നു. അമേരിക്കയിലെ നിരവധി മിഡിൽ സ്കൂൾ, ഹൈസ്കൂളുകളിൽ നിരവധി അധ്യാപകർ H-1B വിസകളിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. പുതിയ സമഗ്രമായ ഇമിഗ്രേഷൻ നിയമം ഉടൻ തന്നെ കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നതാണെന്ന് നിരീക്ഷകർ കരുതുന്നു. പ്രസിഡന്റിന്റെ ഏർലി കരിയർ അവാർഡിന് പ്രസിഡന്റ് ബറാക് ഒബാമ നാമനിർദ്ദേശം ചെയ്ത 102 ശാസ്ത്ര ഗവേഷകരിൽ 4 ഇന്ത്യൻ വംശജരും ഉൾപ്പെടുന്നു. മൗണ്ട് ക്ലെയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പങ്കജ് ലാൽ, നോർത്തേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കൗശിക് ചൌധരി, മൗണ്ട് സിനായ് മെഡിക്കൽ സ്കൂളിൽ നിന്നുള്ള മനീഷ അറോറ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്നുള്ള ആരാധന ത്രിപാഠി എന്നിവരാണ് ഈ ഉന്നത പദവിക്ക് അർഹരായവർ. ജലദോഷം മുതൽ പോളിയോ രോഗം വരെ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന എൻറ്ററോ വൈറസ് രോഗബാധ ഉണ്ടാകുന്നവരിൽ ചില തരത്തിൽപ്പെട്ട ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുന്നതായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടികളിലാണ് ഈ പ്രവണത കൂടുതലായി കണ്ടെത്തിയത്. ടൈപ്പ് 1 ഡയബറ്റീസിന് കാരണമാകുന്നത് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനമായ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സെല്ലിനെ തെറ്റായി നശിപ്പിക്കുന്നത് മൂലമാണ്. $2.8 മില്യൺ ഹെൽത്ത് കെയർ തട്ടിപ്പ് നടത്തിയ 43-കാരനായ ഡോക്ടർ അഴിയ സബത്തിനെ കോടതി 20 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. ന്യൂറോ സർജനായ ഇയാൾ രോഗികൾക്ക് ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ നടത്തുകയും വില കൂടിയ ഇംപ്ലാന്റുകൾ ശസ്ത്രക്രിയ വഴി നിക്ഷേപിച്ചു എന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കുകയും ഇത്തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന അപ്പെക്സ് കമ്പനിയുമായി സാമ്പത്തിക ധാരണ ഉണ്ടാക്കി പണം സ്വീകരിച്ചു വന്നതായും കോടതിയിൽ സമ്മതിച്ചു. കൂടാതെ വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും പണം തട്ടിയെടുക്കുകയും ചെയ്തു വന്നിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് വിസയിൽ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ലഭിക്കുന്ന EB-5 വിസയുടെ നിക്ഷേപണ തുക വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ നിർദ്ദേശം പ്രകാരം ഇൻവെസ്റ്റ്മെന്റ് വിസയിൽ അപേക്ഷിക്കുന്നവർക്ക് $1.35 മില്യൺ മുതൽ $1.8 മില്യൺ വരെ അമേരിക്കയിൽ മുതൽ മുടക്കേണ്ടി വരും. കേരള അസോസിയേഷൻ ഓഫ് ഡാലസിന്റെ ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങൾ ഗാർലൻഡ് സെയിന്റ് തോമസ് കാത്തലിക് ദേവാലയ ഹാളിൽ വെച്ച് ആഘോഷിക്കുകയുണ്ടായി. അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ശ്രീമതി രമണി കുമാർ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി. പ്രസിഡന്റ് ബാബു മാത്യു സ്വാഗതവും സെക്രട്ടറി റോയ് കൊടുവത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കുകയുണ്ടായി. ആദ്യമായി കേരള അസോസിയേഷൻ ഓഫ് ഡാലസിലെ സുഹൃത്തുക്കൾക്ക് ക്രിസ്മസ് പുതുവത്സര ആശംസ. കേരള അസോസിയേഷന്റെ തണലിൽ സൗഹൃദം പങ്കുവയ്ക്കുവാൻ ഒരിക്കൽ കൂടി അവസരം കിട്ടിയത് അതിയായ സന്തോഷമുണ്ട്. ക്രിസ്മസ് പങ്കുവയ്ക്കലിൻ്റെ ആഘോഷമാണ്. പുതുവത്സരമാകട്ടെ പ്രതീക്ഷയുടെ ആഘോഷവും. പോയ വർഷത്തെ പിഴവുകൾ നികത്തി കൂടുതൽ മുന്നേറുമെന്ന പ്രതീക്ഷയും പ്രതിജ്ഞയുമായാണ് നമ്മൾ ഓരോരുത്തരും പുതുവത്സരം ആഘോഷിക്കുന്നത്.
ഒരു പുതുവത്സര പുലരിയുടെ ആഗമനം അറിയിച്ചുകൊണ്ടാണ് എക്കാലവും ക്രിസ്മസ് വരാറുള്ളത്. ജാതി മത ഭേദമില്ലാതെ, കാലദേശ ഭേദമില്ലാതെ തന്മനസ്സുള്ള എല്ലാവർക്കും സമാധാനം വാഗ്ദാനം ചെയ്യുന്ന എന്നതിനാൽ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ആഘോഷമാണ്. ക്രിസ്മസിന്റെ ശാന്തിയും സമാധാനവും നാം ഓരോരുത്തരുടെയും മനസ്സിലും കുടുംബത്തിലും നിറയട്ടെ എന്നും പുതുവത്സരത്തിലെ പ്രതീക്ഷകളും പ്രതിജ്ഞകളും പൂവണിയട്ടെ എന്നും ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വ്യക്തിപരമായ പേരിലും കേരള അസോസിയേഷന്റെ പേരിലും ക്രിസ്മസ് നവവത്സര ആശംസകൾ. നന്ദി, നമസ്കാരം. അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ മകരവിളക്ക്, മകരസംക്രാന്തി ആഘോഷങ്ങൾ നടത്തുകയുണ്ടായി. ഡാലസ് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ മകരസംക്രാന്തിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ഭജനകളും അന്നദാനവും നടത്തുകയുണ്ടായി. പൂജകൾക്ക് വിനയൻ നമ്പൂതിരി, പത്മനാഭൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ഹ്യൂസ്റ്റൺ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ മകരസംക്രാന്തി ആഘോഷങ്ങളിൽ ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഏരിയയിലെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഡാലസ് സൗഹൃദവേദിയുടെ 5ാം വാർഷികവും ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങളും കാരൽട്ടൺ സെയിന്റ് ഇഗ്നേഷ്യസ് മലങ്കര ഓർത്തഡോക്സ് ദേവാലയ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. പ്രസിഡന്റ് എബി തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കാരൽട്ടൺ മാർത്തോമ ദേവാലയ വികാരി റവറൻ വിജി വർഗീസ് ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി. ലാന നാഷണൽ പ്രസിഡന്റ് ജോസ് ഓച്ചാലിൽ ആശംസകൾ അറിയിച്ചു. സെക്രട്ടറി അജയ് കുമാർ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ സുഗു വർഗീസ് നന്ദിയും പറഞ്ഞു. ഡാളസിലെ മാത്രമല്ല അമേരിക്കയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സംഘടനയായി വളരുവാൻ നല്ലവരായ നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനപൂർവ്വം നമുക്ക് പറയുവാനുള്ളതാണ്. വർഷക്കാലങ്ങളായി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ എ ബി തോമസിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഡാളസ് സൗഹൃദ വേദിയിലെ അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അതുപോലെ ചുമതലക്കാർ യാതൊരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ കഠിനാധ്വാനം ചെയ്ത് യാതൊരു പ്രശ്നവും കൂടാതെ 4 വർഷം ഈ ഒരു പ്രസ്ഥാനത്തെ ധീരമായി നയിക്കുവാനുള്ള സന്ദർഭം ഈ ചുമതലക്കാർക്ക് കിട്ടി.
എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് കിട്ടി, മെമ്പേഴ്സിന് കിട്ടി. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഇന്നത്തെ വിജയം. ഒരു കാലത്ത് സൗഹൃദങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം കുറഞ്ഞു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടിലുള്ള എല്ലാ സംഘടനകളിലും നമ്മൾ അംഗങ്ങളായിരുന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം പുലർത്തി പോന്നിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾക്ക് ഒത്തിരി വ്യത്യാസം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ പേരിലൂടെ ഒരു സംഘടന പ്രവർത്തിക്കുകയും കഴിഞ്ഞ 4 വർഷം വളരെ സജീവമായി നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അത് 5ാം വർഷത്തിലേക്ക് കാലൂന്നുകയും ചെയ്തിരിക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ താഴേക്ക് വീഴുന്ന കാശിനെ സൂക്ഷിച്ചു നോക്കുക മാത്രമല്ല, അതിൻ്റെ സാരാംശം അറിഞ്ഞുകൊണ്ട് അതിൻ്റെ രസം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കെന്താണ് നേടുവാനുള്ളത് വാക്കുകളിൽ നിന്ന് അറിയണം. ഒരു സുഹൃത്തിൽ നിന്ന് ഞാനും നിങ്ങളും ചിലതിനെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് സരസനാകുമ്പോൾ ഞാൻ രസമറിയും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. രസികനാകുമ്പോൾ അവിടെ എന്താണ് നിർമ്മാണങ്ങളെ അറിയും. നമ്മുടെ ജീവിതത്തിന്റെ ബന്ധങ്ങളുടെ ഒരു നിർമ്മാണം ഈ ഒരു വർഷം ഉണ്ടാവണം. തകർച്ചകളല്ല ഉണ്ടാവേണ്ടത്. 5 വർഷം സൗഹൃദവേദി നിർമ്മിച്ചെടുത്തത് അത് തന്നെയാണ്. നിന്റെ കൈപ്പടയോടെ ജീവിതമാ അടുത്തതായി ഷിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസിന്റെ ഹെൽത്ത് ടിപ്സ്. വൈദ്യശാസ്ത്രത്തിൽ കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായ പുരോഗതി മെഡിക്കൽ പ്രൊഫഷന്റെ മുൻപിൽ പല മോറൽ ആൻഡ് എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ഉയർത്തപ്പെടുന്നുവെന്ന് പലരും കരുതുന്നു. കാരണം ഇതാണ്: പണ്ടൊരിക്കലുമില്ലായിരുന്ന വിധം അനേക രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സ ഇന്ന് ഡോക്ടർമാരുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ മരുന്നുകളുമുണ്ട്. എന്നാൽ പ്രശ്നം ഈ ചികിത്സകൾക്ക് ചിലപ്പോഴെങ്കിലും അമിതമായ ചിലവുകളുണ്ട്. പലപ്പോഴും സാധാരണക്കാരായ രോഗികളിൽ പലർക്കും ഈ ചികിത്സ നൽകുവാനായിട്ട് സാധിക്കുന്നില്ല. അമേരിക്കയിൽ ചില പ്രത്യേക ചികിത്സകൾക്ക് ലക്ഷക്കണക്കിന് ഡോളർ തന്നെ ചിലവാകേണ്ടി വരുന്നു. അതുകൊണ്ട് രോഗിയുടെ ധനസ്ഥിതിക്കനുസരിച്ച് വലിയ പണക്കാരനാണോ അത്രയും പണക്കാരൻ അല്ലയോ എന്നതനുസരിച്ച് ചികിത്സയിൽ വിവേചനം ഉണ്ടാകുന്നില്ലേ എന്ന ചോദ്യം ഉദിക്കുന്നു. സമ്പന്നവും സമ്പന്നമല്ലാത്ത രാജ്യങ്ങളിലും ഈ പ്രശ്നം ഇന്ന് ഉയരുന്നുണ്ട് എന്ന് വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ ഒരു പഠനത്തിൽ പറയുന്നു. ഉദാഹരണത്തിന് അമേരിക്ക തന്നെ എടുക്കാം. അമേരിക്കയിൽ എല്ലാ പൗരന്മാർക്കും സൗജന്യമായി ഇവിടെ ചികിത്സ ലഭിക്കില്ല. പരിപൂർണ നിർധനരായവർക്ക്
യാതൊരുവിധ അസറ്റ്സുമില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ജോലിയില്ലാത്തവർക്ക് പരിമിതമായ സഹായം ചികിത്സയ്ക്ക് ഗവൺമെൻറ് നൽകുന്നുണ്ട് എന്നത് ശരി തന്നെ. എങ്കിലും ബഹുഭൂരിപക്ഷം ആളുകൾക്കും അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തൊഴിലുടമകളിൽ നിന്നോ അതോ കമ്പനികളിൽ നിന്നോ അവർക്കും അവരുടെ കുടുംബത്തിനും മെഡിക്കൽ ഇൻഷുറൻസ് ലഭിക്കാറുണ്ട്. എങ്കിലും തൊഴിലുടമകൾ ഈ ഇൻഷുറൻസ് നൽകിയിരിക്കണമെന്ന് നിബന്ധനകളോ നിയമങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന അവസരത്തിൽ മെഡിക്കെയർ ഇൻഷുറൻസ് പ്രീമിയം റെഗുലറായിട്ട് അടച്ചിട്ടുള്ളവർക്ക് 65 വയസ്സ് കഴിയുമ്പോൾ ചികിത്സയുടെ 80% ഗവൺമെൻറ് നൽകും. എന്നാൽ ബാക്കി വരുന്ന ഈ 20% തന്നെ ഇന്ന് റിട്ടയർ ചെയ്ത സീനിയർ സിറ്റിസണ് ഭീമമായ ഒരു തുകയാണ്. പലർക്കും അതിന് ചിലവിടായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. ഇതുമൂലമെല്ലാം ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? സതേൺ പോവർട്ടി സെൻറ്റർ ഈ അടുത്ത കാലത്തൊരു പഠനം പുറത്തുവിട്ടിരുന്നു. അത് കാണിക്കുന്നത് സമ്പന്നമായ അമേരിക്കയിൽ എല്ലാ വൈദ്യശാസ്ത്ര വികസനങ്ങളും നേടിയ ഈ രാജ്യത്ത് എല്ലാ വർഷവും 45,000 പേര് ഒരു ഡോക്ടറെ കാണാനോ മരുന്ന് വാങ്ങിക്കുവാനോ പണമില്ലാത്തതിനാൽ മരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് പോകുന്നവർ തന്നെ അമേരിക്കയിൽ പ്രതിവർഷം 30 ലക്ഷം പേര് ചികിത്സയുടെ ചിലവ് കാരണം ബാങ്ക്രപ്സി പ്രഖ്യാപിക്കേണ്ടി വരുന്നു. ചികിത്സ കൊണ്ട് പരിപൂർണമായിട്ട് പാപ്പരായിത്തീരുന്നു. കാനഡയിലും മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഗവൺമെൻറ് അവരുടെ പൗരന്മാരുടെ ചികിത്സയുടെ ചിലവ് വഹിക്കും. എന്നാൽ ഇവിടെയുമുണ്ട് പ്രശ്നങ്ങൾ. ഈ രാജ്യങ്ങളിൽ എല്ലാ വർഷവും മെഡിസിൻ്റെ പുരോഗതി അനുസരിച്ച് അവരുടെ ആനുവൽ ബഡ്ജറ്റിൽ ചികിത്സയ്ക്കായി ഉൾപ്പെടുത്തേണ്ട തുക ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പൗരന്മാരുടെ ടാക്സസും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരായും പ്രതിഷേധങ്ങൾ ഇന്ന് പല സ്ഥലങ്ങളിലും ഉണ്ടാകും. പിന്നെയുമുണ്ട് ഇവിടെ പ്രശ്നങ്ങൾ. പലപ്പോഴും എമർജൻസി അല്ലാത്ത അവസരങ്ങളിൽ ഒരു ഡോക്ടറെ കാണാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി അനേക ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ പലപ്പോഴും ഈ രാജ്യങ്ങളിൽ രോഗികൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വരുന്നു. അതും കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും മെഡിസിൻ സൗജന്യമാണെങ്കിലും അത് റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ചില രാജ്യങ്ങളിൽ ഒരു പ്രായപരിധി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കിഡ്നി ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻ, ചിലവ് കൂടിയ ഹാർട്ട് സർജറി ഇവകളെല്ലാം നിഷേധിക്കപ്പെടുന്നുണ്ട്. പ്രായം കൂടി എന്ന ഏക കാരണത്താലാണ് ഇവർക്ക് ഗവൺമെൻറ് ചികിത്സ നിഷേധിക്കുന്നത് എന്ന് ഓർക്കണം. ഇന്ത്യയിലും ഈ പ്രശ്നങ്ങൾ തന്നെ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രാഥമിക ചികിത്സ പലപ്പോഴും ഗവൺമെൻറ് ആശുപത്രികളിൽ നിന്ന് സൗജന്യമായിട്ട് ലഭിക്കും. എന്നാൽ പല സങ്കീർണമായ ചികിത്സകൾക്കും ചിലപ്പോഴെങ്കിലും രോഗികൾ ഇന്ത്യയിലെ പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഇവിടെ സ്വാഭാവികമായിട്ട് ചികിത്സയുടെ ചിലവ് വളരെ ഭീമമാണ്. മിഡിൽ ക്ലാസ്സിൽപ്പെട്ട രോഗികൾ തന്നെ ഇന്ത്യയിൽ ഹോസ്പിറ്റലിൽ പോയി ഒരു ചികിത്സ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ തീരുന്നതായിട്ടുള്ള സംഗതികളും ഇന്ന് വളരെ സാധാരണമാണ്. ഇതിനാരാണ് ഉത്തരവാദികൾ? ഡോക്ടർമാരാണോ? അതോ ഹോസ്പിറ്റൽസ് ആണോ? ഗവൺമെൻറ് ആണോ? പൊളിറ്റീഷ്യൻസ് ആണോ? ഇൻഷുറൻസ് കമ്പനികളാണോ? ഇവർക്കെല്ലാം ഭാഗികമായി ഉത്തരവാദിത്വം കാണുമായിരിക്കും. പക്ഷെ മുഖ്യ കാരണം കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ ഉണ്ടായ മെഡിക്കൽ പുരോഗതിയും അതുമൂലമുള്ള ചികിത്സകളും ആ ചികിത്സകളുടെ ഭീമമായ ചിലവുമാണ്. മുട്ടുവേദനയുമായിട്ടൊരു രോഗി എത്തിയെന്ന് നോക്കുക, അല്ലെ ഹിപ്പിന് വേദനയായിട്ട് എത്തിയെന്ന് വിചാരിക്കുക. 1 രൂപയിൽ കുറവ് വില വരുന്ന ആസ്പിറിൻ കുറിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും ആ സ്ഥിതി മാറിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ഡോക്ടർ തന്നെ ഇന്ന് എന്നോട് പറഞ്ഞു, ആർത്രൈറ്റിസുമായിട്ട് മുട്ടുവേദനയായിട്ട് അല്ലെങ്കിൽ ഹിപ്പിന് വേദനയായി എത്തുന്ന രോഗികളിൽ ഒരു ചെറിയ പങ്കിനെങ്കിലും
3 ലക്ഷം രൂപ ചെലവ് വരുന്ന ഹിപ്പ് ഓർ നീ റീപ്ലേസ്മെന്റിന് വേണ്ടി റെഫർ ചെയ്യേണ്ടി വരുമെന്ന്. ഇത് എല്ലാ രാജ്യങ്ങളിലും മെഡിസിൻ്റെ പുരോഗതിയോടുകൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതുകൊണ്ട് സ്വാഭാവികമായി കുറച്ച് വിവേചനങ്ങളും ഉണ്ടാകാറുണ്ടെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠനങ്ങൾ കാണിക്കും. ഇതിനെപ്പറ്റി പഠിക്കുവാൻ വേണ്ടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡോക്ടർമാരുടെയും ധനതത്വശാസ്ത്ര വിദഗ്ധന്മാരുടെയും സോഷ്യോളജിസ്റ്റിൻ്റെയും ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റിൻ്റെയും അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പഠനം നടത്തുകയുണ്ടായി. അവരുടെ പഠനത്തിൽ നിന്ന് പലതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് തോന്നി. എല്ലാ പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും ആധുനിക ചികിത്സയ്ക്ക് അനുസരിച്ച് ചികിത്സയുടെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കി ആ പ്രോട്ടോക്കോളിനെ പറ്റി രോഗികളെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കപ്പെടണം. അല്ലെങ്കിൽ തുടർന്നും വലിയ വിവേചനങ്ങൾ തന്നെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത്, ആദ്യത്തെ ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ശേഷം ഹ്യൂസ്റ്റണിലുള്ള ഡോക്ടർ ഡിബോക്കിയോട് ഒരു പത്രപ്രതിനിധി ചോദിച്ചു, ഒരു 100 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ 90 വയസ്സ് കഴിഞ്ഞ് എല്ലാ മനുഷ്യരുടെയും നെഞ്ചിനുള്ളിൽ ഒരു ആർട്ടിഫിഷ്യൽ ഹാർട്ട് കാണുമോ എന്ന്. അദ്ദേഹം പറഞ്ഞു, അത് തീരുമാനിക്കേണ്ടത് ഞാനോ അന്നുള്ള ഹാർട്ട് സർജൻസോ അല്ല, സമൂഹമാണ് അത് തീരുമാനിക്കേണ്ടതെന്ന്. അദ്ദേഹം തുടർന്നു, മെഡിസിൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടുഡേ and it cannot be left to the physicians alone. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. USA വീക്ക്ലി ന്യൂസ് ഫോറമാവുന്നു. നന്ദി, നമസ്കാരം.